തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി. ഹർജിക്കാരനായ ഷാജി കോടൻകണ്ടത്താണ് തടസ്സ ഹർജി നൽകിയത്. ഹൈക്കോടതി ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും അപ്പീൽ നൽകാൻ നീക്കം നടത്തുന്നതിനിടെയാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, എന്താണ് വിവരം? GK പാലിയേക്കര ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ ആദ്യം ഗതാഗത കുരുക്ക് പരിഹരിക്കൂ, അതിനുശേഷം ഈ ടോൾ പിരിവ് മതി എന്നൊരു നിലപാടായിരുന്നു ഹൈക്കോടതിയിൽ ഉണ്ടായത്. തുടർന്നാണ് ഈ 4 ആഴ്ചത്തേക്ക് ടോൾ പിരിവ് ഉൾപ്പെടെ തടഞ്ഞു വെച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെതിരെ ഒരുപക്ഷെ ഈ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സുപ്രീം കോടതിയെ സമീപിക്കുമെന്നുള്ള ചില സൂചനകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് മുൻകൂറായി ഇപ്പോൾ തടസ്സ ഹർജി ഷാജി കോടൻകണ്ടത്ത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നു. അതായത് ഹൈക്കോടതി ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ സുപ്രീം കോടതിയെ സമീപിച്ചാൽ തന്റെ വാദം കേൾക്കാതെ തീരുമാനമെടുക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചാണ് ഈ തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇതിൽ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ ഈ തടസ്സ ഹർജി അതിന് തന്റെ വാദം കൂടി കേട്ട് വേണം തീരുമാനമെടുക്കാൻ എന്നാണ് ഇപ്പോൾ ഹർജിക്കാരനായിട്ടുള്ള ഷാജി കോടൻകണ്ടത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, ഏതായാലും ഇന്നലെ ഉണ്ടായ ഹൈക്കോടതി വിധിക്കെതിരെ ഉത്തരവിനെതിരെ കരാർ കമ്പനിയും ദേശീയപാത അതോറിറ്റിയും ഒക്കെ അപ്പീൽ നൽകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇതിലെ പരാതിക്കാരൻ നേരത്തെ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. അങ്ങനെ അപ്പീലുമായി എത്തിക്കഴിഞ്ഞാൽ തന്റെ ഭാഗം കൂടി കേട്ട ശേഷമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാവൂ എന്ന് കോടതിക്ക് മുന്നേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.